വി.ഡി. സതീശൻ എന്ന പിയുക്കി മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? എന്താ പറയാത്തത്? അതായത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയും ഉദ്യോഗസ്ഥന്മാരും ഇത്രയും പെൻഷൻകാരും ഇത്രയും രാഷ്ട്രീയക്കാരും ചേർന്നതാ. ബാക്കിയുള്ള 3,48,00,000 പൂഞ്ഞാന്മാർ, ഇവിടുത്തെ സാധാരണക്കാർ, അവരെ വോട്ട് ചെയ്യാനുള്ള വെറും കോഞ്ഞാട്ടകളല്ലാതെ വേറൊന്നും ഈ രാഷ്ട്രീയക്കാർ കാണുന്നില്ലെന്നുള്ള സത്യം. അതുകൊണ്ട് അവർ അക്ഷരം പോലും മിണ്ടാത്തത്. ഇനി അടുത്തത്, ചിലവ് കുറയ്ക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടായിരുന്നോ? ഒരു വൃത്തം പറഞ്ഞു ഇന്ധന വില കൂടിയത് നിങ്ങളെ ബാധിക്കുകയല്ലെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, എന്നെ ഒന്നും ബാധിക്കുകയില്ല, കാരണം എനിക്ക് 2,50,000 രൂപ പെൻഷനുണ്ട്. അന്നേരം പത്രക്കാർ ചോദിച്ചു, നിങ്ങളെ ബാധിക്കുകയല്ലെങ്കിൽ ഇത് സാധാരണക്കാരെ ബാധിക്കുകയല്ലേ? അത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും? അവൻ കാറേ പോകണ്ട, അവൻ സൈക്കിളെ പോട്ടെ. എന്തൊരു ധിക്കാരം, എന്തൊരഹങ്കാരം! അയാൾ എന്തുകൊണ്ട് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞെന്നറിയാവോ? അത്രയും വലിയ പെൻഷൻ ഉണ്ടെന്ന്. എനിക്ക് ആവശ്യമില്ലാത്ത പെൻഷൻ, പെട്രോൾ വില 150, 100 എന്നുള്ളത് 110, 120, 150, 200 ആയാലും എന്നെ ബാധിക്കാത്തത്ര വലിയ തുക എനിക്ക് മാസം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെന്നാ പരിഹാരം? ഒരാൾക്ക് ഒരു പെൻഷനേ പാടുള്ളൂ. ഒരു 20,000, ഒരു 30,000, കൂടിയ കുഞ്ഞച്ചന്മാർ IASകാർക്കും IPSകാർക്കൊക്കെ ഒരു 50,000 വരെ കൊടുത്തോട്ടെ. പെൻഷൻ എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ്, സമ്പാദിക്കാനുള്ളതല്ല. ഒരാൾക്ക് ഒരു പെൻഷൻ